ശ്രീ ജയേന്ദ്രൻ, അതിലല്ലേ വ്യക്തത വരുത്തേണ്ടത്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആദ്യം വ്യക്തത വരുത്തേണ്ടത് അതിലല്ലേ? അതായത് ഈ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് സത്യവാങ്മൂലം പിൻവലിക്കുമോ? എങ്കിൽ മാത്രമല്ലേ സാർ വിശ്വാസികൾക്ക് ഈ പറയുന്നതിൽ വിശ്വാസം വരുള്ളൂ. MV ഗോവിന്ദനെയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും സർക്കാരെയും വിശ്വാസികൾ വിശ്വസിക്കണമെങ്കിൽ ഇതിലൊരു ക്ലാരിറ്റി വരുത്തണ്ടേ? അതിലെന്തുകൊണ്ട് ക്ലാരിറ്റി വരുത്താതെ MV ഗോവിന്ദൻ ഒളിച്ചോടുന്നു? ഇല്ല, ക്ലാരിറ്റി വരുത്തിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നേ, തെറ്റിദ്ധാരണാജനകവുമാണ്. കാരണം 2019 ഫെബ്രുവരിയിൽ തന്നെ തൻ്റെ പാർട്ടിയായ CPIM-ലും LDF-ലെ ഘടകകക്ഷികളിലും പിന്നെ LDF യോഗത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ട് പിണറായി വിജയൻ പരസ്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ശബരിമല ആ പ്രശ്നത്തിൽ ഇനി കോടതിയുടെ ഉത്തരവ് വരികയാണെങ്കിൽ കാരണം ഇതിപ്പോൾ സുപ്രീം കോടതി വിശാലമായ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ നിന്നൊരു ഉത്തരവ് വരികയാണെങ്കിൽ എന്ത് ഉത്തരവും ആയിക്കോട്ടെ, അത് വിശ്വാസ സമൂഹവുമായി ചർച്ച ചെയ്തതിനു ശേഷമേ സർക്കാർ നടപ്പാക്കുകയുള്ളൂ എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ 2019 ഫെബ്രുവരിയിൽ തന്നെ. അത് പിന്നെ സർക്കാരിൻ്റെയും മുന്നണിയുടെയും നിലപാടാണ്, ഒപ്പം പാർട്ടിയുടെയും നിലപാടാണത്. ആ നിലപാടിൽ നിന്ന് മാറേണ്ട കാര്യമില്ല. കാരണം ഈ പിന്നെ വിധിയിൽ സുപ്രീം കോടതി 2018 സെപ്റ്റംബർ 28 പറഞ്ഞെന്താണ്, പിന്നെ ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാം എന്നായിരുന്നു വിധിവാചകം. 5-ൽ ഒരാൾ പിന്നെ മാത്രം വിയോജിപ്പെടുത്തി. പിന്നീടാണ് ആ കേസ് വിശാലമായ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകുന്നത്. അതിപ്പോൾ അവിടെ നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് നിലപാട് എന്താണ്? ആ നിലപാട് 2019 പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ സർക്കാരിൻ്റെ നിലപാടിനകത്ത് അഫിഡവിറ്റ് സത്യവാങ്മൂലം ഞങ്ങൾ പിൻവലിക്കുന്നു, വിശ്വാസികളുടെ വികാരം മാനിച്ച്, ഭൂരിപക്ഷത്തിൻ്റെ വികാരം മാനിച്ച് ഞങ്ങൾ ആ എഫിഡവിറ്റ് പിൻവലിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പിണറായി വിജയൻ പറഞ്ഞതൊക്കെ വിടുക. പിണറായി വിജയൻ പറഞ്ഞു, അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതൊക്കെ അദ്ദേഹം വിഴുങ്ങിയിട്ടുമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസികളോട് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ എഫിഡവിറ്റ് പിൻവലിക്കുന്നില്ല? സർക്കാർ വിചാരിച്ച പോലെ സർക്കാരിൻ്റെ സ്റ്റാൻഡ് ഇതാണ്, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം എന്തുകൊണ്ട് സർക്കാരിനുണ്ടാവുന്നില്ല? താങ്കളെ പോലെ താങ്കളെ പോലെ എമിനന്റ് ജേർണലിസ്റ്റ് പറയുകയാണ് മുഖ്യമന്ത്രി പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി വളരെ വിവാദപരമായി നിങ്ങളൊക്കെ പറയുന്നത് പോലെ ഭയങ്കരമായ CPM-നെ ബാധിച്ച ഒരു വിഷയത്തിൽ, ആ വിഷയത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞത്. ആ നിലപാട് ശബരിമലയെയും അയ്യപ്പനെയും അതുപോലെ വിശ്വാസികളെയൊക്കെ പരിഹസിച്ച് പല സ്റ്റേറ്റ്മെന്റും ഇറക്കിയിട്ടുണ്ട്, പല സ്റ്റേറ്റ്മെന്റ്സും ഇറക്കിയിട്ടുണ്ട്. അതൊന്നും അയാൾ പിൻവലിച്ചിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളാണ് പറയുന്നത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന്. അങ്ങനെ വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങളുടെ സമീപനം, നിങ്ങളുടെ നിലപാട് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ആ അഫിഡവിറ്റ് പിൻവലിക്കേണ്ടതല്ലേ? ആ അഫിഡവിറ്റ് പിൻവലിച്ചാൽ യുവതീ പ്രവേശ വിഷയത്തിൽ സർക്കാരിൻ്റെ നിലപാട് ഇതാണ്, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് എന്ന് വിശ്വാസ സമൂഹം അംഗീകരിക്കും. ശ്രീ ജയേന്ദ്രൻ, താങ്കളോട് അല്ല, രണ്ട് അഭിഭാഷകർ ഈ നമ്മുടെ ഈ പാനലിലുണ്ട്. എങ്കിലും താങ്കളോട് ഒരു പ്രമാണം എനിക്ക് ഉന്നയിക്കേണ്ടി വരുന്നതിൽ അത്യന്തം ഖേദമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ് നിയമത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. താങ്കൾ നോക്കിക്കോളൂ, ഒരു വിശാലമായ ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിൽ കിടക്കുന്ന ഒരു കേസിൽ സംസ്ഥാന സർക്കാർ ഇങ്ങനെ തീരുമാനമെടുത്താൽ ഇതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് ചെന്നാൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? ഈ രണ്ട് അഭിഭാഷകർ പറയട്ടെ, അങ്ങനെ എടുക്കുമോ സുപ്രീം കോടതി? നടപടികളും നിയമങ്ങളും ഒന്നും അങ്ങനെയല്ല പറയുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കം, ആ തർക്കത്തിലൊക്കെ വളരെ ഒരു നിലപാടും എടുക്കാതെ കുറേ കാലം മാറിയിരുന്നിട്ടുണ്ടല്ലോ. അവിടെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവും, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാവും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, ഫോഴ്സിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവിടെ നിൽക്ക്, അതൊക്കെ അവിടെ അല്ല ശ്രീ ജയേന്ദ്രൻ. അതുകൊണ്ട് സർക്കാരിന് കൃത്യമായിട്ടറിയാം ഹിന്ദു സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകളുമായിട്ട് പോകാൻ സർക്കാരിന് നന്നായിട്ടറിയാം. അതേസമയം ന്യൂനപക്ഷ സമുദായത്തെ കൃത്യമായി പ്രീണിപ്പിക്കേണ്ട നിലപാടുകൾ, സമീപനങ്ങൾ, അതിന് വേണ്ട എല്ലാ ആയുധങ്ങളും സർക്കാരിൻ്റെ പക്കലുണ്ട്. അത് തരാതരം പ്രയോഗിക്കാൻ സർക്കാരിന് അറിയാം ശ്രീ ജയേന്ദ്രൻ. അതുകൊണ്ട് ഈ വിശ്വാസികളോടൊപ്പമാണ് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറയുന്നത്
പെട്ടെന്നൊന്നും വിശ്വാസി സമൂഹം വിഴുങ്ങില്ല എന്ന് മാത്രമേ പറയാൻ ഉള്ളൂ.